ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ടെക്നോളജി കമ്പനികൾ ഈ വർഷം 1 ലക്ഷം പേരെ പിരിച്ചുവിട്ടതായി കണക്കുകൾ. തൊഴിൽ നഷ്ടം തുടരുമെന്നാണ് സൂചനകൾ. IBM, മൈക്രോസോഫ്റ്റ്, സിസ്കോ കമ്പനികളാണ് കൂടുതൽ പിരിച്ചുവിടലുകൾ നടത്തിയത്. മൈക്രോസോഫ്റ്റ് ഗെയിമിംഗ് വിഭാഗത്തിൽ നിന്ന് 650 ജീവനക്കാരെ പിരിച്ചുവിട്ടു. അതേസമയം IBM മുതിർന്ന പ്രോഗ്രാമേഴ്സ്, സെയിൽസ്, സപ്പോർട്ട് ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടത്. സിസ്കോയിലെ പിരിച്ചുവിടൽ ബാധിച്ചത് 5600 തൊഴിലാളികളെയാണ്. മൊത്ത ജീവനക്കാരിൽ 7% വരുമിത്. ഫെബ്രുവരിയിൽ 4000-ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു. ഡൂസി, വി ട്രാൻസ്ഫർ പോലുള്ള ചെറിയ സ്റ്റാർട്ടപ്പുകളും നഷ്ടം കുറയ്ക്കാൻ ജീവനക്കാരെ കുറച്ചു. ഈ വർഷം ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് ഡെല്ലും വ്യക്തമാക്കി. അതേസമയം ചിപ്പ് നിർമ്മാണ കമ്പനിയായ കാൽകോം 200-ലധികം ജീവനക്കാരെ പിരിച്ചുവിട്ടു. കമ്പനി 1250-ലധികം തൊഴിലാളികളെ ഇതിനു മുൻപും പിരിച്ചുവിട്ടിരുന്നു. ഹെൽടെക് സ്റ്റാർട്ടപ്പായ ഡോസി നഷ്ടം കുറയ്ക്കുന്നതിനായി 40-ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടു. മേഖലയിൽ AI-യുടെ കടന്നുവരവോടെ നഷ്ടം കുറയ്ക്കാൻ ജോലികളിൽ പുനർനിർമ്മാണം നടക്കുന്നതായാണ് ടെക് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യൂട്യൂബിനെതിരെ US-ൽ കേസ്. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, അക്രമം പ്രോത്സാഹിപ്പിക്കൽ എന്നിവ കണക്കിലെടുത്താണ് കേസ്. യൂട്യൂബ് കുട്ടികളിലും യുവാക്കൾക്കിടയിലും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ആരോപിച്ച് യൂട്യൂബിനും മാതൃകമ്പനിയായ ആൽഫബറ്റിനുമെതിരെ US കേസെടുത്തു. സോഷ്യൽ മീഡിയയുടെ ഉയർച്ചയ്ക്കൊപ്പം പ്ലാറ്റ്ഫോം യുവാക്കളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വഷളാക്കിയെന്നും ആരോപണമുണ്ട്. അക്രമം പ്രോത്സാഹിപ്പിക്കൽ, തെറ്റായ ഭക്ഷണരീതി, ലഹരി, സ്വയം ഉപദ്രവിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കുന്നതായും ആരോപണമുണ്ട്. ഇത് കുട്ടികളെയും കൗമാരക്കാരെയും വലിയ രീതിയിൽ ബാധിക്കുന്നതായും US സ്റ്റേറ്റ് ചൂണ്ടിക്കാട്ടി. ആരോപണങ്ങൾ നിരസിച്ച ഗൂഗിൾ വക്താവ് ജോസ് കാസ്റ്റനോഡ സുരക്ഷിതമായ ഓൺലൈൻ അനുഭവം നൽകുന്നത് കമ്പനിയുടെ മുൻഗണനയാണെന്നും വ്യക്തമാക്കി. കുട്ടികളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് മാതാപിതാക്കൾക്കായുള്ള സേവനങ്ങളും ടൂളുകളും യൂട്യൂബിൽ നൽകിയിട്ടുണ്ടെന്നും കാസ്റ്റനോഡ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇരുചക്ര ടാക്സി സേവനത്തിന് ഊബറും ഷാഡോ ഫാക്സും പങ്കാളിത്തം പ്രഖ്യാപിച്ചു. ഊബർ മോട്ടോയിലൂടെ ഇന്ത്യയിലുടനീളം സേവനം വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. ബൈക്ക് ടാക്സി സർവീസ് ശക്തിപ്പെടുത്താനും ഷാഡോ ഫോക്സ് ഉള്ള നഗരങ്ങളിൽ സേവനം ആരംഭിക്കാനും പങ്കാളിത്തം സഹായിക്കുമെന്ന് ഊബർ വ്യക്തമാക്കി. ഷാഡോ ഫോക്സുമായുള്ള പങ്കാളിത്തം കമ്പനിയുടെ വളർച്ച ഇരട്ടിയാക്കുമെന്നും ഊബർ മോട്ടോ അവകാശപ്പെട്ടു. ഊബർ മോട്ടോ ആപ്പിൽ റൈഡിന് അഭ്യർത്ഥിക്കുമ്പോൾ ഒരേ സമയം ഷാഡോ ഫോഴ്സ് ഊബർ ഡ്രൈവർമാരുടെ സേവനം ലഭ്യമാകും. 2 വലിയ ഇരുചക്ര വാഹന സേവന കമ്പനികൾ ഒന്നിക്കുമ്പോൾ സേവനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കും. ഷാഡോ ഫോക്സ് 3000 കോടി രൂപയുടെ IPOയ്ക്ക് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇരുചക്ര വാഹന ഡ്രൈവർ പങ്കാളികൾക്ക് മെച്ചപ്പെട്ട വേതനം ഉറപ്പാക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സോഫ്റ്റ് ബാങ്ക് ഓപ്പൺ AIയിൽ $500 ദശലക്ഷം നിക്ഷേപിക്കും. ഓപ്പൺ AIയിൽ സോഫ്റ്റ് ബാങ്കിന്റെ ആദ്യ നിക്ഷേപമാണിത്. സോഫ്റ്റ് ബാങ്കിന്റെ ഉപസ്ഥാപനമായ ജാപ്പനീസ് ടെലികോം കമ്പനി വിഷൻ ഫണ്ട് ഓപ്പൺ AIയിൽ നിക്ഷേപം നടത്തും. ഏറ്റവും പുതിയ ഫണ്ടിംഗ് റൗണ്ടിൽ $500 മില്യൺ നിക്ഷേപിക്കാനാണ് വിഷൻ ഫണ്ട് ലക്ഷ്യമിടുന്നത്. ഓപ്പൺ AIയിൽ സോഫ്റ്റ് ബാങ്കിന്റെ ആദ്യ നിക്ഷേപമാണിത്. കൺവേർട്ടിബിൾ നോട്ടുകൾ വഴി $6.5 ബില്യൺ സമാഹരിക്കാനാണ് ഓപ്പൺ AI ലക്ഷ്യമിടുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സോഫ്റ്റ് ബാങ്ക് നിക്ഷേപത്തിന് മുൻപ് $150 ബില്യൺ മൂല്യം കണക്കാക്കുന്ന AI സ്റ്റാർട്ടപ്പിൽ നിക്ഷേപിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ആപ്പിൾ പിന്മാറിയതായി റിപ്പോർട്ടുണ്ട്. ഓപ്പൺ AI പ്രധാന ബിസിനസിനെ ഫോർ പ്രോഫിറ്റ് കോർപ്പറേഷനാക്കി പുനഃക്രമീകരിക്കാനുള്ള പദ്ധതിയിൽ പ്രവർത്തിക്കുകയാണെന്നാണ് സൂചന. നിലവിൽ കമ്പനിയുടെ പ്രവർത്തനം നോൺ പ്രോഫിറ്റ് ബോർഡിന് കീഴിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UPI പ്രതിദിന ഇടപാടുകൾ 500 ദശലക്ഷം കടന്നു. തുടർച്ചയായ 5ാം മാസവും ഇടപാടുകൾ 20 ലക്ഷം കോടിക്ക് മുകളിലാണ്. UPI നെറ്റ്വർക്ക് സെപ്റ്റംബറിൽ 500 ദശലക്ഷത്തിലധികം പ്രതിദിന ഇടപാടുകൾ നടത്തി. ഇടപാടുകൾ തുടർച്ചയായ 5ാം മാസവും 20 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇടപാടുകൾ 31% വർദ്ധിച്ച് 20.64 ലക്ഷം കോടി രൂപയിലെത്തി.
UPI ഇടപാടുകൾ ആഗസ്റ്റിൽ 41% വർദ്ധിച്ച് 1496 കോടി രൂപയിലെത്തിയിരുന്നു. ജൂലൈയിൽ UPI ഇടപാടുകളുടെ എണ്ണം 1444 കോടിയായിരുന്നു. ഈ ഇടപാടുകളിലൂടെ 20.64 ലക്ഷം കോടി രൂപ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. റുപ്പേ ക്രെഡിറ്റ് കാർഡ് വഴിയും വിദേശ രാജ്യങ്ങളിൽ UPI ഇടപാടുകൾ പ്രവർത്തനക്ഷമമായതിലൂടെയും ഓരോ മാസവും 60 ലക്ഷം പുതിയ ഉപയോക്താക്കൾ UPIയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. വരും വർഷങ്ങളിൽ പ്രതിദിനം 100 കോടി UPI ഇടപാടുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് NPCI ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ ഇടപാടുകളുടെ കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ 40%-ലധികം പണമിടപാടുകളും ഡിജിറ്റലായാണ് നടക്കുന്നത്. അതിൽ ഭൂരിഭാഗം പേരും UPI ആണ് ഉപയോഗിച്ചു വരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.